പ്രവാസലോകത്തെ വാർത്തകൾ. സൗദി അറേബ്യ പാകിസ്ഥാനുമായി സംയുക്ത സൈനിക ഉടമ്പടിയിൽ ഒപ്പുവച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ. ആണവായുധശേഷിയുള്ള പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഒരു സംയുക്ത പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവച്ചത് മേഖലയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും തമ്മിൽ റിയാദിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നിർണായക കരാറിന് രൂപം നൽകിയത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് കരാർ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ടാകുമോ എന്നാണ് കേന്ദ്രം പരിശോധിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുക, സംയുക്ത പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക, മേഖലയിൽ സമാധാനം നിലനിർത്തുക എന്നിവയാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും സംയുക്ത യോഗം ചേർന്നതും ഈ ഉടമ്പടി പ്രഖ്യാപിച്ചതും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ പെർമിറ്റില്ലാതെ ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി. നിയമലംഘകരിൽ നിന്ന് 20,000 റിയാൽ വരെ പിഴ ഈടാക്കും. ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു. അനധികൃത ടാക്സി സർവീസുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യാത്രക്കാരെ വിളിച്ചുകയറ്റുന്ന ഹെയിലിംഗ് രീതിയും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. യാത്രക്കാരുള്ള പ്രദേശങ്ങളിൽ ഒത്തുകൂടുക അല്ലെങ്കിൽ യാത്രക്കാരെ ലഭിക്കുന്നതിനായി കറങ്ങി നടക്കുക തുടങ്ങിയ അനധികൃത റോഡ് ഗതാഗത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 11,000 റിയാൽ വരെ പിഴയും 25 ദിവസം വരെ വാഹനം കണ്ടുകെട്ടലും ശിക്ഷയായി ലഭിക്കും. ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്നവർക്ക് 20,000 റിയാൽ വരെ പിഴയും 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടലും ലഭിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള അനധികൃത റോഡ് ഗതാഗത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും അതോറിറ്റി ഒരുക്കിയിട്ടുണ്ടെന്നും ഗതാഗത നിയമലംഘനങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷ നൽകുമെന്നും അതോറിറ്റി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസ് ബംഗളൂരുവിനും ബാങ്കോക്കിനുമിടയിൽ പ്രതിദിന നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. ഒക്ടോബർ 18 മുതലാണ് സർവീസുകൾ തുടങ്ങുക. ഉത്സവാവധിക്കാല സീസണുകൾക്ക് മുന്നോടിയായാണ് ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കുന്നത്. വൺ വേ നിരക്ക് ബംഗളൂരുവിൽ നിന്നും ബാങ്കോക്കിലേക്ക് 9,000 മടക്കയാത്രയ്ക്ക് 8,850 എയർലൈൻ്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, പ്രധാന ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചെക്ക് ഇൻ, ബോർഡിംഗ്, ബാഗേജ് കൈകാര്യം ചെയ്യൽ എന്നിവ കാര്യക്ഷമമാക്കുകയും യാത്ര സുഗമവും കൂടുതൽ സൗകര്യപ്രദമാക്കുകയും ചെയ്യുന്ന മുൻഗണനാ സേവനമായ എക്സ്പ്രസ് ഹെഡ് യാത്രക്കാർക്ക് ആസ്വദിക്കാം. ലക്നൌ, പൂനെ, സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നും ബാങ്കോക്കിലേക്കും ഹൈദരാബാദിൽ നിന്നും ഫുക്കറ്റിലേക്കും ഇതിനകം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.